സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിലെ ഒരു സെക്ഷൻ ഓഫീസിലാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഓഫീസർക്ക് നേരെ പീഡന ശ്രമമുണ്ടായത്. ഡ്യൂട്ടി കഴിഞ്ഞുപോയ പ്രതി രതീഷ് കുമാർ തിരിച്ചെത്തിയ ശേഷം ശാരീരിക അതിക്രമത്തിന് മുതിർന്നു എന്നാണ് പരാതി. അന്ന് തന്നെ വകുപ്പ് തല പരാതി വനിതാ ഉദ്യോഗസ്ഥ നൽകിയിരുന്നു. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി അന്വേഷിച്ച പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും തുടർ നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ആദ്യ നടപടി എന്ന നിലയിൽ ഈ പ്രതിയായ ഓഫീസറെ സ്ഥലം മാറ്റുകയും ചെയ്തു. മറ്റ് വകുപ്പ് തല നടപടികൾ ഉണ്ടാകും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ പോലീസിലും പിന്നീട് യുവതി പരാതി നൽകി. പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതിനിടയിലാണ് ഈ ശബ്ദരേഖ പുറത്തു വരുന്നത്. അതായത് അതിജീവിതയോട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതാണ് ശബ്ദരേഖയിലുള്ളത്. എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന ഒരു വാഗ്ദാനമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഈ പ്രതി ഒരു കുറ്റസമ്മതം നടത്തുന്നത് വ്യക്തമാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അത്രയും ഫ്രീ ആയിട്ടാണ് ഞാൻ സാറോട് ഇടപെടിക്കൊണ്ടിരുന്നത്. ഞാനവിടെ ഒന്നും ഇരുന്നില്ല. അതിലാണ് എനിക്ക് പറ്റിപ്പോയത്. കൈകട്ടെ തീരുമാനമാക്കാം. എന്തെങ്കിലും ഒരു തീരുമാനം വേണമല്ലോ. കാര്യം എനിക്ക് അത്രയും വിഷമം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാല് പിടിക്കാം. എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞു. എനിക്ക് രാവിലെ ഒത്ത് ഞാൻ അതല്ല പറഞ്ഞു. ഇറങ്ങിയിട്ടില്ല. എനിക്കുണ്ടായ നമ്മള് നൈറ്റ് അങ്ങനെ നിൽക്കുന്നതാണ്. നമുക്കത് വിഷയമല്ല. ഇപ്പൊ സുനിൽ സാറൊക്കെ അമ്മാര് വെള്ളമടിച്ചിട്ട് നിൽക്കുന്നതാണ്. ഞാനൊന്നും നോക്കാതെ ഞാൻ ജീവിക്കുന്നത്. എനിക്കതൊരു വിഷയമായല്ലോ. എന്തായാലും വകുപ്പ് തല നടപടി വീണ്ടും ഉണ്ടാകും എന്നാണ് വനംവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോഴത്തെ സ്ഥലമാറ്റത്തിന് അപ്പുറത്തൊരു നടപടി ഉണ്ടാകും. പോലീസും കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.